ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഇന്നും ദൈവവചന പഠനവുമായിട്ട് അടുത്തു വരുവാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ മനോഹരമായ സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായ വേദഭാഗം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായമാണ്. 9-ാം അധ്യായത്തിന്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ് കഴിഞ്ഞ ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 10-ാം അധ്യായം ഒത്തിരി പുതിയ ഒരു സംഭവ വികാസങ്ങളുടെ ആരംഭമാണ്. സഭാ ചരിത്രത്തിലെ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു സംഭവത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വേദഭാഗമാണെങ്കിലും അതിനകത്ത് ദൈവാത്മാവ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായ ധാരാളമായ സന്ദേശങ്ങളുണ്ട് നമുക്ക് വേണ്ടി. വളരെ പ്രാർത്ഥനയോടെ നാം ചേർന്നിരുന്നാൽ നമുക്കത് ഗ്രഹിപ്പാനും നമുക്കത് സ്വന്തമാക്കാനുമായിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ എത്രത്തോളം ആഗ്രഹത്തോടെ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുന്നുവോ അത്രത്തോളം നമ്മളത് പഠിക്കും. എത്രത്തോളം നാം മുൻവിധിയോടെ ഇരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ പരിമിതരായിരിക്കും. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുള്ളത്, ഈ ക്ലാസ് വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നും ഇത് നല്ലൊരു പഠനത്തിന് വിധേയമാകണമെന്നും ഒക്കെ മനസ്സുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഈ ഡിവൈസ് 7:30 ഓപ്പൺ ചെയ്യുമ്പോൾ കടന്നു വരുന്നവരെല്ലാം ദൈവാത്മാവിൽ നിറയണമെന്നും വചനം പഠിച്ച് 9 മണിക്ക് പിരിയണമെന്നും ഒക്കെ മനസ്സുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങളുടെ മുൻപാകെ ഇരിക്കുന്നത്. പാഴ്വേലയായി പോകരുതേ എന്ന ഒരു പ്രാർത്ഥന മാത്രം. അധ്വാനം ഫലകരമായി തീരണം എന്ന ഒരു ആഗ്രഹം മാത്രം. അതിനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. നിങ്ങൾ അപ്രകാരം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. ഒന്ന് വായിക്കാം. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നെല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നെല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. കൊർന്നെല്യോസ് അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ദൂതൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായി ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. നമ്മൾ ഇനി ഈ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ചില ഭാഗങ്ങൾ ഉണ്ട്. 10-ാം അധ്യായത്തിൽ നമുക്ക് 6 ഭാഗങ്ങളായിട്ട് തിരിച്ച് പഠിക്കാനായിട്ടുണ്ട്. 10-ാം അധ്യായത്തെ നമുക്ക് 6 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1-ാമത്തെ ഭാഗം കൊർന്നെല്യോസിനുണ്ടായ ദർശനമാണ്. 10-1 മുതൽ 8 വരെയുള്ള വാക്യം. 2-ാമത്തെ ഭാഗം പത്രോസിനുണ്ടായ ദർശനമാണ്. 10-9 മുതൽ
16 വരെയുള്ള വാക്യം. മൂന്നാമത്തേത്, കൊർന്നല്യോസിന്റെ ദൂതന്മാർ പത്രോസിന്റെ അടുക്കൽ എത്തുന്നു. 17 മുതൽ 23 വരെയാണ്. നാലാമത്തെ ഭാഗം പത്രോസ് കൊർന്നല്യോസിന്റെ അടുക്കൽ വരുന്നതാണ്. 10:24 മുതൽ 33 വരെയുള്ള ഭാഗമാണ്. അഞ്ചാമത്തെ കാര്യം ജാതികളോടുള്ള പത്രോസിന്റെ സന്ദേശമാണ്. 34 മുതൽ 33 വരെ. ആറാമത്തെ ഭാഗം ജാതികൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നു, സ്നാനപ്പെടുന്നു. 44 മുതൽ 48 വരെയുള്ള ഭാഗം. ആദ്യമായി ചിന്തിക്കുന്ന ഭാഗം കൊർന്നല്യോസിനുണ്ടായ ദർശനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ അധ്യായത്തിൽ വിജാതികളിൽ നിന്നുള്ള ഒരംഗത്തെ ക്രിസ്തു സഭയിലേക്ക് ചേർക്കുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ജാതികളിൽ നിന്ന് ക്രിസ്തീയ സഭയിലേക്ക് ചേർക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ്, ആദ്യ കുടുംബമാണ് കൊർന്നല്യോസിന്റെ കുടുംബം. നമുക്കറിയാം, കർത്താവിന്റെ ശരീരം എന്ന സഭയിൽ യഹൂദനെന്നോ ജാതിയെന്നോ ഒരു വ്യത്യാസവുമില്ല ദൈവമക്കളെ, ഒരു വ്യത്യാസവും. കർത്താവിന്റെ മുൻപിൽ സകല മാനവരാശിയും ഒരുപോലെയാണ്. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അങ്ങനെ ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് സാരം. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ അലകും പിടിയും മാറി, സ്വഭാവത്തിന് മാറ്റം വന്നു. കാരണം നമ്മൾക്കറിയാം, പാപം ചെയ്തു പോയ സകല മാനവരാശിയുടെയും പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഭൂമിയിൽ വന്നത് എന്നതുകൊണ്ടും അവന്റെ മരണം സകല മനുഷ്യർക്കും വീണ്ടെടുപ്പിനുള്ളതാണ് ഉള്ളതുകൊണ്ടും കർത്താവിന് മുഖപക്ഷമില്ല എന്നുള്ളത് കൊണ്ടും പുതിയ നിയമത്തിന്റെ സുവിശേഷം വ്യത്യസ്തപ്പെട്ടതാണ്. നമുക്കറിയാം, പത്രോസ് സഭയുടെ താക്കോൽ പത്രോസിനെയാണ് ഏൽപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്നു, ബർയോന ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ 3 വട്ടം ആവർത്തിച്ച് ചോദിച്ച് 3-ാം വട്ടം പത്രോസ് പറഞ്ഞു, നീ അറിയുന്നുവല്ലോ. ഓരോരുത്തരെ മേയ്ക്കാനുള്ള ഉത്തരവാദിത്വം, കടമ പത്രോസിനെ പരമേൽപ്പിച്ചു. സഭയുടെ താക്കോൽ പത്രോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. താക്കോൽ ഏറ്റുവാങ്ങിച്ച പത്രോസ് ആദ്യം തനിക്ക് ലഭിച്ച അധികാരത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ആദ്യം പത്രോസ് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. യഹൂദന്മാർക്ക് രക്ഷയുടെ വാതിൽ തുറന്നിട്ടു. പെന്തിക്കോസ്തിയിൽ
പെന്തക്കോസ്തിയിൽ യഹൂദന്മാർക്ക് രക്ഷയുടെ വാതിൽ തുറന്നിട്ടത് വിശുദ്ധ പത്രോസ. പെന്തക്കോസ്തിക്ക് ശേഷം സഹോദരങ്ങളോട് ഒരുമിച്ച് നിന്ന് അവൻ സംസാരിച്ചത് വിവിധ ഭാഷക്കാരും ദേശക്കാരുമായി വന്നുകൂടിയിരുന്ന സകല മനുഷ്യരും കേട്ടു. പത്രോസിന്റെ കന്നി പ്രസംഗം. നിങ്ങൾ ക്രൂശിച്ചു വന്ന എന്ന പ്രയോഗത്തിലൂടെ ആ പ്രസംഗത്തിൽ പ്രധാനമായും പോയിന്റ് ഔട്ട് ചെയ്തത്, കൈവിരൽ ചൂണ്ടിയത് ആരുടെ നേരെയാണെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അപ്പോ സഭയുടെ താക്കോൽ പത്രോസിന്റെ കയ്യിൽ ചെന്ന് പത്രോസ് ആദ്യം സഭയിലേക്കുള്ള യഹൂദനെ വരവേൽക്കാൻ ആദ്യത്തെ ഒരു കൂട്ടം അവർക്കായി വാതിൽ തുറന്നു. എന്നാൽ ജാതികളിൽ നിന്ന് വ്യക്തമായി സഭയോട് ചേർക്കപ്പെട്ടവർ ആരുടെയും കാര്യം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ കണ്ടേക്കാം. എന്നാൽ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ കാര്യത്തിൽ തന്നെ പത്രോസ് അറയ്ക്കുകയാണ്, മടിക്കുകയാണ്, മാറി നിൽക്കുകയാണ്. പത്രോസിനൊരു പ്രത്യേക ദർശനം കൊടുത്തിട്ടാണ്, പത്രോസിന് ഒരു പാഠം പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് പത്രോസ് ജാതികളിൽ നിന്ന് വന്ന ഒരുവന് മാനസാന്തരത്തിന്റെ സ്നാനം, അല്ലെങ്കിൽ അവന് വീണ്ടും ജനന സ്നാനം നൽകിയത്. അപ്പോ ആദ്യമേ യഹൂദനെ വാതിൽ തുറന്നു കൊടുത്ത് അവനെ സഭയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇവിടെ ഇതാ ജാതികളിൽ നിന്നുള്ള ഒരു കുടുംബത്തെ, പ്രജാതിക്കാരനായ കൊർന്നല്യോസിന്റെ കുടുംബത്തെ സഭയിലേക്ക് സ്വീകരിക്കുന്നു. ഇതാണ് പത്രോസിന്റെ ഉത്തരവാദിത്വം. ഇപ്പൊ സഭയിൽ ആരൊക്കെയുണ്ട്? യഹൂദനുമുണ്ട്, ജാതികളുമുണ്ട്. നമ്മൾ ഈ ഭാഗം ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ 8, 9, 10 അധ്യായങ്ങളിലായി വ്യക്തികളുടെ മാനസാന്തരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. 3 വ്യക്തികൾ: ഷണ്ണൻ, ശൗൽ, കൊർന്നല്യോസ്. ഇനി മതി. ഷണ്ണൻ, പൗലോസ്, കൊർന്നല്യോസ്. 8-ാം അധ്യായത്തിൽ ഷണ്ണൻ, 9-ാം അധ്യായത്തിൽ പൗലോസ് അഥവാ ശൗൽ, 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ്. ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്നറിയാമോ? ഇവര് 3 പേരും ദൈവഭയമുള്ളവരായിരുന്നു. ഓരോരോ ആംഗിളിൽ ആണെന്ന് മാത്രം. ദൈവഭയമാണ് ശൗവലിനും ഉണ്ടായിരുന്നത്. അവനൊരു ഭീകരവാദി ഒന്നും ആയിരുന്നില്ല. താൻ വിശ്വസിച്ച പ്രമാണത്തോടുള്ള അവന്റെ അചഞ്ചലമായ കൂറ ഉള്ളവനായിരുന്നു ശൗവൽ. എന്നാൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നോഹയ്ക്കുണ്ടായിരുന്ന 3 മക്കളാണ് ഹാം, സേം, യാഫേത്ത്. ഞാൻ ആ ക്രമം പറയാൻ കാരണം, ഷണ്ണൻ എത്യോപ്യക്കാരനാണ്, ഹാമിന്റെ വംശത്തിൽ വരുന്നയാളാണ് ഷണ്ണൻ. ശൗവൽ സേമിന്റെ വംശത്തിൽ വരുന്നവനാണ്. കൊർന്നല്യോസ് യാഫേത്തിന്റെ വംശത്തിലാണ്. നമുക്കറിയാം, ജലപ്രളയത്തോടെ സകല മനുഷ്യരും ഭൂമിയിൽ നീങ്ങിപ്പോയി. ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും നോഹയുടെ 3 മക്കളുടെ സന്തതി പരമ്പരകളാണ്. ബാക്കിയുള്ളവരെല്ലാം നോഹയുടെ 3 മക്കളിൽ നിന്നുമുള്ള
റെപ്രസെന്റേറ്റീവ് സഭയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകം മുഴുവൻ സഭയോട് ചേർക്കപ്പെട്ടതിന്റെ ഒരു പ്രാതിനിധ്യ നിറം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഹാം, ശേം, യാഫേത്ത് ഇവരുടെ 3 പേരുടെയും പിതൃത്വമാണ് ആക്രമം ഷണ്ണനും ശൗലിനും കൊർന്നല്യോസിനുമുള്ളത്. എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, കർത്താവ് ഒരിക്കൽ നീക്കോദേമോസിനോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ, ദൈവരാജ്യം പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് പറഞ്ഞത്, വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. വീണ്ടും ജനനം അനിവാര്യമാണ്. നീ പുതുതായി ജനിക്കണം. ആ പുതുതായി ജനിക്കുക എന്നുള്ള പ്രക്രിയയിൽ ഹാമിന്റെയും ശേമിന്റെയും യാഫേത്തിന്റെയും തലമുറയിൽ നിന്ന് വീണ്ടും ജനിച്ച് സഭയോട് ചേർക്കപ്പെട്ടവരാണ് ഇവർ 3 പേരും. അതുകൊണ്ടാണ് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള 3 പേരുടെ പേര് വൈദ്യനായ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്താനുള്ളതിന്റെ കാരണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൈസരിയ എന്ന് പറയുന്നത് യോപ്പയിൽ നിന്ന് ഏകദേശം 30 മൈൽ ദൂരെയാണ്. എന്നോടൊപ്പം ഹോളി ലാൻഡിന് വന്നവര് ജാഫ അല്ലെങ്കിൽ ഈ ജോപ്പ, ഈ സ്ഥലം, ഈ തുറമുഖം കണ്ടിട്ടുണ്ട്. വളരെ വിശാലമായ വലിയൊരു പട്ടണമാണ് ജാഫ. ഈ പട്ടണത്തിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണ് കൈസരിയ എന്ന് പറയുന്ന സ്ഥലം. ക്രിസ്തീയ സഭാ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. റോമൻ ഗവൺമെന്റിന്റെ പലസ്തീനിലെ ആസ്ഥാന കേന്ദ്രമായിരുന്നു കൈസരിയ. അവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ഇറ്റാലിയൻ പട്ടാള വിഭാഗത്തിൽ ഒരു ശതാധിപനായിരുന്നു കൊർന്നല്യോസ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ആസ്ഥാന കേന്ദ്രമായ കൈസരിയിൽ ക്യാമ്പ് ചെയ്തിരുന്ന ഇറ്റാലിയൻ പട്ടാള വിഭാഗത്തിന്റെ ശതാധിപനായിരുന്നു, 100 പേർക്ക് അധിപനായിരുന്നു ഈ കൊർന്നല്യോസ്. പാലിച്ച ഉത്തരവാദിത്വമുള്ള ഒരാളായിരുന്നു. അവൻ ശതാധിപനാണെങ്കിൽ പോലും ദൈവഭയമുള്ളവനായിരുന്നു. ശതാധിപനായിരുന്നു എങ്കിൽ പോലും ഭക്തനായിരുന്നു. ശതാധിപനായിരുന്നുവെങ്കിൽ പോലും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നു. ഇതെല്ലാമാണെങ്കിലും, ഒന്ന് കേൾക്കണേ, ഇതെല്ലാമാണെങ്കിലും വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമായിരുന്നു. കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കേണ്ടത്
ഒഴിവാക്കാൻ കഴിയാത്ത ഘടകമായിരുന്നു. കൊർന്നല്യോസ് മാന്യനാണ്, ഒരു പട്ടാള മേധാവിയാണ്, ഭക്തനാണ്, നാട്ടിലെല്ലാവർക്കും പ്രിയങ്കരനാണ്, സൽസ്വഭാവിയാണ്, ആർക്കും ഒരു റിമാർക്കും പറയാനില്ലാത്ത ധർമ്മം കൊടുക്കുന്ന ഒരു ധാർമ്മികൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൂതൻ പറയുന്നത്, ദൂതൻ എങ്ങനെയാണ് പറയുന്നത്? കൊർന്നല്യോസേ എന്നോട് പറയുന്നത് കേട്ടു. അപ്പോ ഇവിടെ അവനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് സ്വർഗം പറയുന്നത്: ദൈവത്തെ ഭയപ്പെടുന്നതുമായി ജനത്തിനോട് ധർമ്മം കൊടുത്തു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരം ദർശനത്തിൽ ദൈവദൂതൻ തന്റെ അടുക്കൽ വരുന്നതും സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് വിളിച്ചു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ദൂതൻ അവനോട്, അടുത്ത വാചകം 4-ാം വാക്യത്തിന്റെ അവസാനം, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. വീണ്ടും ജനിക്കുകയോ പുതിയ നിയമപ്രകാരമുള്ള സ്നാനം സ്വീകരിക്കുകയോ കർത്താവിന്റെ ശരീരം എന്ന സഭയോട് ചേരുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവൻ ന്യായപ്രമാണം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കുകയോ ചെയ്തിട്ടില്ല. അവൻ യെരൂശലേം ദൈവാലയത്തിൽ അവൻ പോയിട്ടില്ല. പക്ഷേ അവനൊരു ദൈവഭക്തനാണ്. ദൈവത്തെ അവൻ അറിയാം. ആ ദൈവഭയം കൊണ്ടാണ് അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കും. ഇന്ന് വചനം കേൾക്കും ദൈവമക്കളെ, പുണ്യത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. ദാനധർമ്മങ്ങൾ ചെയ്യും, മിഷണറിമാരെ സന്ധിക്കാൻ സാമ്പത്തികമായി സഹായിക്കും, പള്ളി പണിയാൻ പണം കൊടുക്കും, നേർച്ച കാഴ്ച വഴിപാടുകൾ കൃത്യതയോടെ നടത്തും, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമ്മൾ പോകും, പിന്നെ സാധുക്കളെ നമ്മൾ സഹായിക്കും, ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ കൊർന്നല്യോസ് നമ്മളോട് പറയുന്ന ഒരു മൗനമായ സന്ദേശമുണ്ട്. കാര്യമെല്ലാം ശരിയാണ് മക്കളെ, പക്ഷേ യേശുക്രിസ്തുവിൽ നിന്ന് ജനിച്ചില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും കേട്ടോ. അങ്ങനെ തന്നെ നശിച്ചു പോകും. അത് നാശത്തിന് കാരണമായി തീരും. നമ്മൾ ഓർത്തിരിക്കുക, ദാനധർമ്മങ്ങൾക്കും മീതെയാണ്, മര്യാദയായിട്ടുള്ള ജീവിതത്തിനും മീതെയാണ്, മാന്യമായ ജീവിത സാഹചര്യങ്ങൾക്കും മീതെയാണ് രക്ഷാനിർണയം പ്രാപിക്കുക എന്നുള്ളത്. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 16:19 സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ലഭിച്ച പത്രോസ്, സുവിശേഷം 16:19, പത്രോസേ, നീ പാറയാകും, നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവരാജ്യത്തിന്റെ വാതിൽ യഹൂദന്മാർക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, ജാതികൾക്കും തുറന്നു കൊടുക്കുക എന്നുള്ളത് അവന്റെ ഉത്തരവാദിത്വമായിരുന്നു. അതിനുവേണ്ടി
കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? കൊർന്നല്യോസിന് ദർശനം കൊടുത്ത അതേ സമയം തന്നെ പത്രോസിനും ദർശനം കൊടുത്തു. ദൈവിക ദർശനം അത് തമ്മിലൊരു യോജിപ്പുണ്ട്. ദൈവിക ദർശനങ്ങൾ നമ്മളെ ഒരിക്കലും അസ്വസ്ഥപ്പെടുത്തില്ല. ദൈവിക ദർശനങ്ങൾ നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് സമാധാനത്തിലേക്കാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വല്ല പാമ്പും ചേമ്പും ചേനയും മാങ്ങാത്തൊലികൾ സ്വപ്നം കണ്ടേച്ച് അതിൻ പ്രകാരം ഇറങ്ങിപ്പുറപ്പെടരുത് ഒരു കാര്യത്തിന്. അങ്ങനെ പോയാൽ അത് വചനവിരുദ്ധമാണ്. ദൈവം തരുന്ന ദർശനങ്ങൾക്ക് ദൈവവചന വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, കൃപയും സമാധാനവും അതിനകത്തുള്ള ഉൽപ്പന്നമാണ്. ദൈവം ദർശനം തന്ന് പേടിപ്പിക്കുന്നവനല്ല. ദൈവം ദർശനങ്ങളിലൂടെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി സമാധാനത്തിന്റെ വഴികളെ തുറക്കുന്നവനാണ് ദൈവം. സ്വപ്നങ്ങളല്ല ദർശനം. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്കൊന്നും അറുതിയില്ലല്ലോ. നാട്ടിലുള്ള സകല ഞണ്ടും ഞവണിക്ക് എല്ലാം നമ്മൾ സ്വപ്നം കാണും. പട്ടിയും കോഴിയും പാമ്പും ആനയും എല്ലാം നമ്മൾ സ്വപ്നം കാണും. രാത്രി കിടന്നാൽ ഉറക്കം വരാത്തവരുണ്ട്. കഴിഞ്ഞ ദിവസം കൗൺസിലിംഗിൽ ആൾ വന്നപ്പോ പറഞ്ഞു, രാത്രി കിടക്കുമ്പോൾ പാമ്പിനെയും ആനയാണ് സാറേ സ്വപ്നം കാണുന്നത്. അത് കണ്ടാൽ പിന്നെ കിടന്നുറങ്ങാൻ പറ്റണില്ല. ഓരോരോ പ്രശ്നങ്ങളാണ്. ഹൃദയത്തിനകത്ത് ജീവനുള്ള കർത്താവ് ജീവിച്ചാലേ ഹൃദയത്തിൽ നിന്ന് ആനയും പാമ്പും ചേമ്പും കോഴിയും മൂർഖനും എല്ലാം ഇറങ്ങിപ്പോകുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു ഹൃദയത്തിനകത്ത് വന്നാൽ പിന്നെ ഇതിനൊന്നിനും സ്ഥലമില്ല കേട്ടോ നമ്മുടെ ഹൃദയത്തിൽ. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ഹൃദയത്തിൽ വന്നാൽ പിന്നെ ഇതിനൊന്നിനും ഇടമില്ല. ഇതിനൊന്നിനും ഇടമില്ല. അപ്പോ 100 പേർക്ക് അധിപനായ ഈ പടയാളി ലൂക്കോസ് തന്റെ സുവിശേഷം എഴുതുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2 അഥവാ 7:2 23:47 പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 5 ശതാധിപന്മാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ശതാധിപന്മാരെ കുറിച്ച് ലൂക്കോസ് 5 ടൈംസ് 5 പ്രാവശ്യം പ്രതിപാദിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2 പ്രാവശ്യം, 7:2 23:47. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 5 വട്ടം ശതാധിപനെ കുറിച്ച് പറയുന്നുണ്ട്. 10:1, 22:25, അടുത്തത് 23:17, അടുത്തത് 24:33. ഏതിലാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 24:23. അവസാനം 27:1. ഇത്രയും ഭാഗത്ത് അപ്പൊ ആകെ എത്രയായി? 5ഉം 2ഉം 7 പ്രാവശ്യം ഈ ലൂക്കോസ് തന്റെ എഴുത്തുകളിൽ ശതാധിപൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ നല്ല സ്വഭാവമുള്ളവരും ക്രിസ്ത്യാനികളോട് ഒരു പ്രത്യേക മമതയുള്ളവരുമായിരുന്നു ഇവരൊക്കെ. യേശുക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ അനുയായികളോടും ഒരു മമത കാണിച്ചിരുന്നവരായിരുന്നു ഈ പറയുന്ന 7 ശതാധിപന്മാരും.
കൈസരിയിൽ താമസിക്കുന്ന റോമൻ ഗവർണറുടെ അംഗരക്ഷക സൈന്യമായിരിക്കാം ഇത്താലിക എന്ന പട്ടാള വിഭാഗം. ദൈവഭക്തൻ എന്നൊരു പ്രയോഗം നമുക്കവിടെ കാണാം. ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ദൈവഭക്തൻ എന്ന് പറയുന്നവൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ. ദൈവത്തെ ഭയപ്പെടുന്നവന് മനുഷ്യനെയും ശങ്കയുണ്ട്. നമ്മൾ പാപം ചെയ്യാതെ മാറി നിൽക്കുന്നതും മാറിപ്പോകുന്നതും ദൈവഭയം നമ്മൾക്കുള്ളത് കൊണ്ടാണ്. പക്ഷേ നമുക്കിപ്പോ ദൈവത്തെക്കാൾ പേടി പാപം ചെയ്യാൻ ഉള്ള ഭയം ദൈവത്തെ അല്ല, പോലീസിനെ, മീഡിയക്കാരെ, പിന്നെ ഇന്നത്തെ മൊബൈൽ സംവിധാനങ്ങളെ, അയൽക്കാരെ, വീട്ടുകാരെ, ഇവരൊക്കെയാണ് നമുക്കിന്ന് പേടി. എന്നാൽ ദൈവഭക്തൻ അങ്ങനെയല്ല. ദൈവഭക്തൻ മനുഷ്യരെ ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തെ ഭയപ്പെടും. എന്തേ കാരണം? ദൈവത്തിന്റെ കണ്ണ് ചെല്ലാത്ത സ്ഥലമില്ല, അവന്റെ സാന്നിധ്യമില്ലാത്ത ഇടമില്ല. ഞാൻ ചിലയിടത്തൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കും, ദൈവമില്ലാത്തൊരു സ്ഥലത്തിന്റെ പേര് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ചിലരിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, ബാറിൽ ഇല്ലല്ലോ ഇല്ലേ എന്ന് ചോദിക്കും. ബാറിൽ, കള്ളുഷാപ്പിൽ ദൈവം ഇല്ലല്ലോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ചാടി ഉത്തരം പറയും, ഇല്ല, ബാറിലില്ല, കള്ളുഷാപ്പിലും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ വിട്ടുപോണത്. എവിടേക്കാ? ദൈവം കാണാതെ ഒന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് കള്ളുഷാപ്പിലേക്ക് ഓടുന്നത്. പക്ഷെ ദൈവങ്ങളെ, ദൈവത്തിന്റെ കണ്ണ് ചെല്ലാത്ത, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലവുമില്ല. റെഡ് സ്ട്രീറ്റിലും ബാറിലും ലോകത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെ അവനുണ്ട്. പാതാളത്തിൽ ചെന്നാൽ അവിടെയും അവന്റെ സാന്നിധ്യം. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് പാർക്കാമെന്ന് വിചാരിച്ചു പോയാൽ അവിടെയും അവനുണ്ട്. എവറസ്റ്റിന്റെ ഉയരങ്ങളിൽ പോയി പാർക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയും അവനുണ്ട്. എവിടെ പോയി പാർക്കാന്? രണ്ട് മക്കളെ അപ്പനും അമ്മയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ദൈവം കാണാതെ നിങ്ങൾ ഈ പഴം തിന്നിട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തരാം. പിള്ളേർ രണ്ടുപേരും അത് ഏറ്റെടുത്തു. ദൈവം കാണാതെ തിന്നണം. ഇവര് എവിടെ ചെന്നാലും ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഇവരോട് പറയാം. അപ്പൊ ഇത് കുറെ നേരമായി ഓട്ടം തുടങ്ങിയിട്ട്. ദൈവമില്ലാത്ത സ്ഥലത്ത് പോയിരുന്ന് പഴം തിന്നിട്ട് വേണം ചെല്ലാൻ. അവസാനം ഒരു കണ്ടുപിടിച്ചു. ഈ റോഡിന്റെ കലങ്കുണ്ടല്ലോ, കലങ്കിന്റെ അടിയിൽ കാട് പിടിച്ച് കിടക്കണതിന്റെ ഉള്ളില് ഇവൻ കയറിയിരുന്ന ഒരു പഴം തിന്നിട്ട് ഇവൻ ഓടി വന്നു. മറ്റേ പുത്രൻ എന്നാ ചെയ്തെന്നറിയാം? അവൻ ഓടാടി നടന്നിട്ട് പറഞ്ഞു, അയ്യോ, ഞാൻ എവിടെ ചെന്നാലും അവനെ കാണുക, അതുകൊണ്ട് എനിക്ക് പഴം തിന്നാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവൻ മടങ്ങി വന്നു. മറ്റേ പുത്രനോ, അവൻ പറഞ്ഞു, ഞാനത് ദൈവത്തെ കാണാണ്ട് തിന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിതാവ് ചോദിച്ചു, നീ എവിടെ ഇരുന്നാടാ ഇത് കഴിച്ചത്? ആ സ്ഥലം അപ്പയോടൊന്ന് പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, കാട് പിടിച്ച് കിടക്കുന്ന ഒരു കലങ്കിന്റെ അടിയിൽ പോയിരുന്ന് ഞാൻ ആരും കാണാതെ, ദൈവം തമ്പുരാൻ പോലും കാണാതെ പഴം തിന്നു. സമ്മാനം ആർക്ക് കൊടുക്കണം? ഉത്തരം വളരെ വ്യക്തമാണ്. പഴം തിന്നവൻ എന്തായാലും സമ്മാനം കൊടുക്കാൻ പറ്റില്ല. കാരണം അവൻ പറഞ്ഞത് ശരിയല്ല.
ദൈവം ഇല്ലാത്ത ഒരു സ്ഥലമില്ല ദൈവമക്കളെ, ഒരു സ്ഥലമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ ഭക്തൻ എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ദൈവത്തെ ഭയപ്പെടുന്നവന് തെറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവൻ തെറ്റ് ചെയ്താൽ പിന്നെ മനസ്സിന് ഭയങ്കര വിഷമമാണ്. അറിയാത്ത പാപബോധം നമ്മളെ വേട്ടയാടുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീലിങ്സ് ഉണ്ടെങ്കിൽ സ്തോത്രം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ പലർക്കും ഫീലിങ്സ് ഇല്ല. ഒരു വെടിക്കെട്ടുകാരൻ ഒരിക്കൽ കോഴിയെ ലേലം വിളിച്ചുകൊണ്ടുപോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെടിക്കെട്ടുകാരൻ ഒരു കോഴിയെ ലേലം വിളിച്ചുകൊണ്ടുപോയി പള്ളിയിൽ നിന്ന്. ഏതോ വീട്ടിലെ കോഴീനെ അവിടെ കൊണ്ടുവന്നാണ്, അതിനെ ലേലം വിളിച്ച് പുള്ളി വീട്ടിൽ കൊണ്ടുപോയി. ഇവനെല്ലാ ദിവസവും അതിരാവിലെ ഒരു വെടി വെക്കും. ഈ നിറച്ച് വെക്കുന്നത് കോഴിക്കോടിന്റെ അടുത്താ. ഇപ്പൊ രാവിലെ കോഴികളൊക്കെ അഴിച്ചു വിടും. ഇത് പുതിയ കോഴി ആയതുകൊണ്ട് ഇതിന്റെ കാലയിൽ കയർ കെട്ടി ഇങ്ങനെ നീളത്തിൽ ഇട്ടേക്കാണ്. അപ്പൊ ഇവൻ ആദ്യത്തെ വെടി പൊട്ടിച്ചു. കോഴിനെ കൊണ്ടുവന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അവൻ ആദ്യത്തെ വെടി വെച്ചു. ആദ്യത്തെ വെടി വെച്ചപ്പോ ഈ കോഴി 2-3 അടി മേപ്പോട്ട് പൊങ്ങി. കോഴിയുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ വെടി കേട്ടിട്ടില്ല. 2-ാം ദിവസമായപ്പോ പൊങ്ങൽ അല്പം കുറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഒരടി പൊങ്ങിച്ച് വീണു. ഒരാഴ്ച കഴിഞ്ഞോടുകൂടി കോഴിക്ക് മനസ്സിലായി, എന്റെ യജമാൻ ഇങ്ങനെ കാലത്തൊരു വെടിവെപ്പുള്ള, ഇതിന് മാത്രം ഞാൻ പൊങ്ങേണ്ട കാര്യമില്ല എന്ന് കോഴിക്ക് മനസ്സിലായി. അങ്ങനെ പൊങ്ങല് നിന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇതൊന്നും മനസ്സിൽ കുറിച്ച് വെക്കണ്ട. ഞാൻ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. നമ്മൾ വചനം കേട്ട് പാപം ചെയ്യാനുള്ള മടിയില്ലാതായി. പാപം ചെയ്യുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ഭയം നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. ദൈവഭയമില്ല. നുണ പറയാനോ രഹസ്യമായി പാപങ്ങൾ ചെയ്യാനോ ആരെയും ദൈവത്തെ ഭയമില്ല. മനുഷ്യന് ഭയമുള്ളത് കൊണ്ട് ചില തെറ്റുകളൊക്കെ നമ്മൾ ആരും അറിയാതെ രഹസ്യമായി ഒതുക്കി പറക്കി ചെയ്യും. വീട്ടിൽ ഒച്ചപ്പാടുണ്ടായാൽ നമ്മൾ ആദ്യം എന്നാ പറയും? എന്റെ പൊന്നെ ഒന്നും മിണ്ടാതിരിക്കെ. നാട്ടുകാർ കേൾക്കും, വീട്ടുകാർ കേൾക്കും. ആ വീടിന്റെ കോർണറിൽ യേശുപ്പൻ നിന്ന് നമ്മളെ നോക്കിയിരുന്ന് കരയുന്നുണ്ട്. എന്നാലും ഈ വൈകുന്നേരം മീറ്റിങ്ങിന് പോരുന്ന, കൂട്ടായ്മയ്ക്ക് പോകുന്ന ഇവരുടെ വീട്ടിലെ ഈ ഒച്ചപ്പാടും ബഹളവും കാണുമ്പോൾ കർത്താവിന് സങ്കടമുണ്ട്. കർത്താവ് എല്ലാം കാണുന്നു, അവനെല്ലാം അറിയുന്നു. ഇതിന് പറയുന്ന പേരാണ് ദൈവഭയം. എനിക്ക് അവനെ കാണാതെ ഒരു കാര്യം ചെയ്യാൻ നിവർത്തിയില്ല. ഞാൻ എന്ത് ചെയ്താലും അവൻ അറിയും. വല്ലപ്പോഴെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ഈ ദിവസങ്ങളിലെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും വല്ലവന്റെ അല്ല, സ്വന്തം കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒന്ന് ആലോചിച്ചും ചിന്തിച്ചും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കാവോ, ഇരിക്കാൻ പറ്റുമോ? വലിയ പാടാ. ഏറ്റവും വലിയ വില്ലൻ എന്നറിയാം, നമുക്ക് മറന്നുപോകും. എല്ലാം മറക്കും. ഓർത്തെടുക്കാൻ നോക്കിയാൽ ഒന്നും ഓർമ്മയിൽ വരില്ല. അത് തന്നെയാണ് ഇതിനകത്തുള്ള വില്ലൻ. അതാണ് ദിവസത്തെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ പാവിരിച്ച് കിടക്കും മുമ്പ് ഞാൻ പറഞ്ഞതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാമോ? ഇന്ന് പകൽക്കാലം ഞാൻ ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ്? അതിൽ ഞാൻ എന്തെല്ലാം ദൈവത്തെ ഭയമില്ലാതെ ചെയ്തു പോയി, പറഞ്ഞുപോയി, കണ്ടുപോയി, കേട്ടുപോയി എന്ന് ഒന്ന് സ്വയം ചിന്തിക്കാമോ? ദൈവത്തെ വേദനിപ്പിക്കുന്ന, ദൈവത്തെ സങ്കടപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യത്തിലൊക്കെ ഞാൻ പെട്ടുപോയിട്ടുണ്ടോ എന്ന് ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കാം.
മറുപടി ഒന്നും എന്നോട് നിങ്ങൾ പറയണ്ട. അവിടെ കാണാം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. ഈ വേദന നിന്നു പോയാൽ ഞാൻ പാപം ചെയ്തു പോയല്ലോ, ഞാൻ എൻ്റെ ദൈവം എങ്കിൽ, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടും. ആകയാൽ സുഹൃത്തേ, ദൈവഭയമാണ് പാപത്തിൽ നിന്ന് നമ്മളെ പിന്തിരിയാൻ സഹായിക്കുന്നത്. ദൈവഭക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്നാണ്. ഈ ശതാധിപൻ ന്യായപ്രമാണത്തെ ആദരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണ്. നമ്മൾ 10:3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, 9-ാം മണി നേരത്ത് നമുക്കറിയാം 6 മണിക്കാണ്, സന്ധ്യയ്ക്ക് 6 മുതൽ പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് 6 വരെയാണ് ഇസ്രായേലിന്റെ യഹൂദന്റെ മണിക്കണക്ക് ആരംഭിക്കണം. ഓരോ 3 മണിക്കൂറും ഓരോ മണിയാണ്. അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ 9-ാം മണി എന്ന് പറയുന്നത് ഉച്ച കഴിയും. ഉച്ച കഴിഞ്ഞ് അച്ചായനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൊർന്നല്യോസ് ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഈ പരിപാടി. ഒരു ദൂതൻ കൊർന്നല്യോസിനെ സന്ദർശിക്കാൻ വരുന്നു. ദൈവമക്കളെ, അതൊരു വല്ലാത്ത കാഴ്ചയായിപ്പോയി. 9-ാം മണി നേരത്ത് യെരൂശലേം ദൈവാലയത്തിലെ പ്രാർത്ഥനാ സമയമാണ് 9-ാം മണി നേരം. ആ പ്രാർത്ഥനാ സമയത്ത് ദൈവത്തെ കൂടുതൽ അറിയണമെന്നുള്ള വലിയ ഹൃദയാഭിവാഞ്ച ഒരുപക്ഷെ ഭരിച്ചിരുന്ന കൊർന്നല്യോസ് യെരൂശലേം ദൈവാലയത്തിലെ 9-ാം മണി നേരത്തെ പ്രാർത്ഥനയുടെ സമയം അവൻ ഒരുപക്ഷെ പ്രാർത്ഥനയിലായിരിക്കാം. എപ്പോഴും പ്രാർത്ഥിക്കുന്നവനെന്നാണ് അവനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു, ധർമ്മം കൊടുത്തു പോന്നു. 2-ാം വാക്യത്തിന്റെ അവസാനം എപ്പോഴും പ്രാർത്ഥിക്കുന്ന, എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കൂടുതൽ അറിയാനുള്ള തന്റെ ഹൃദയാഭിനിവേശം അത് ദൈവം മനസ്സിലാക്കി. അങ്ങനെയുള്ള ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ദൈവമക്കളെ, എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ആണോ? ഞാൻ പറയുന്ന എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവിനെ കാണാം. രാത്രിയിൽ കൂടുതൽ സമയം ഭാരങ്ങളുടെയും സങ്കടങ്ങളുടെയും പിന്നാമ്പുറം തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഏകനായിരുന്ന് കരഞ്ഞു കലങ്ങുന്ന സമയങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഞാൻ എൻ്റെ ഒരു ഇൻസിഡന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2008 ഞാൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു 2008. എന്നെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ഓർഗനൈസേഷനിൽ നിന്ന് ഞാൻ മാറേണ്ടി വന്നു. ഞാൻ പുറത്തായി. സഭ എന്നെ പുറത്താക്കി. എല്ലാവരും കൈവിട്ടു. ഞാൻ ആർക്കും ഇഷ്ടമില്ലാത്തവനായി മാറി. 10 ദിവസം ഉപവസിച്ചു. 10-ാം ദിവസം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാനൊരു ദർശനം കണ്ടു. ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ ആ വാക്ക് പറയാൻ എനിക്കിഷ്ടം. ഒരു കൊച്ചിനെ തോളത്തിട്ട് പുറത്തേക്ക് നടന്നു പോകുന്ന കർത്താവിനെ ഞാൻ ശരിക്കും മുഖം കൊണ്ട് കണ്ടു. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, തോളത്ത് ഇരിക്കണേ കൊച്ചാരാന്ന് ഞാൻ ചോദിച്ചു.
അപ്പൊ കർത്താവ് തിരിഞ്ഞു നിന്നു. അപ്പൊ ഞാൻ ആ മുഖം കണ്ടു. അത് എൻ്റെ മുഖമായിരുന്നു. അന്ന് ഞാൻ ഇരുട്ടത്ത് എൻ്റെ ഡയറിയിൽ ഞാൻ പേരെടുത്ത് ഇരുട്ടത്ത് എഴുതി എൻ്റെ തീരുമാനത്തെ ഞാൻ സീൽ ചെയ്തു. ഇനി പിറകോട്ടില്ല. എന്നെ കൊണ്ട് തോളിൽ വഹിച്ച് പുറത്തേക്ക് നടന്നു പോകുന്ന എൻ്റെ കർത്താവിനെ കണ്ടു. ഇനഫ്. അന്ന് കിട്ടിയ ധൈര്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ഡിവൈസിന്റെ മുമ്പിൽ ഇരിക്കാനുള്ളതിന്റെ കാരണം. ഒരു മനുഷ്യന്റെ പതർച്ചയുടെയും ഒരു മനുഷ്യന്റെ തകർച്ചയുടെയും നടുവിൽ ആഗ്രഹിച്ചാൽ അവനെ തന്നെ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. ആരും പറയണ കേട്ട് പോണ്ട. ആരും പറയണ കേട്ട് പോണ്ട. ആരുടെയും വാക്കുകൾക്ക് പിറകും പോണ്ട. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് വിളിക്കാൻ നമുക്കൊരു ഉടമസ്ഥനായി എനിക്കൊരു കർത്താവുണ്ട്. അവൻ എന്നെ ഒരിക്കലും, കേട്ടേ, അവൻ എന്നെ ഒരിക്കലും 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 അനാഥനായി വിടില്ല. ഈ ഡിവൈസിലിരിക്കുന്ന ആർക്കെല്ലാം ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾക്കകത്ത് എന്റെ കർത്താവിന്റെ മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി അതിനു വേണ്ടി കാത്തിരുന്നാൽ അവനെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ അവൻ മതിയായവൻ. ആരും കുറ്റം പറഞ്ഞോട്ടെ, ആരും എതിർത്തോട്ടെ, ഒരു ദർശനത്തോടെ ആരംഭിച്ചാൽ ആർക്കും തകർക്കാൻ കഴിയില്ല. ആർക്കും തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഊഹം വെച്ച് യാത്ര ചെയ്യരുത്. അവരുടെ ഇവരുടെയും നടന്ന് വിഷമിക്കണ്ട. വ്യക്തമായ ദർശനത്തോടും കൃത്യമായ കാഴ്ചപ്പാടോടും കൂടി യേശു അപ്പച്ചന്റെ ഒപ്പം നിൽക്കുക. അവൻ പറയുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുക. നമ്മുടെ കൂടെ കരയുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ വഴിയിലിട്ടിട്ട് പോകാത്ത, നമ്മളെ ചതിക്കാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ നമ്മളെ ചതിക്കില്ല. ഷുവർ. 48 വർഷത്തെ പരിചയം അതാണ്. ഒരിക്കലും അവൻ ഇട്ടിട്ട് പോവില്ല. പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്ക്. സർവശക്തനായ ദൈവമേ, ദൈവഭയത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കൂടെ ആരൊക്കെ പ്രാർത്ഥിക്കും? ദൈവഭയത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണം. ദൈവാശ്രയത്തോടെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പാപം ചെയ്യാതെ ജീവിപ്പാൻ കൃപ തരണമേ. കർത്താവേ, എനിക്ക് അങ്ങയുടെ മുഖം കണ്ട് ആരംഭിപ്പാൻ അങ്ങയുടെ മുഖശോഭ കണ്ട് ഞങ്ങൾക്ക് ആരംഭിക്കാം. കൃപ തരണം. ഈ ഡിവൈസിൽ ഇന്ന് കടന്നു വന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരിക. കർത്താവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളിപ്പോൾ പിരിയട്ടെ. പിരിയാത്തവനായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. കർത്താവെ, നീ മഹത്വം എടുക്കണം. ഈ ഡിവൈസിൽ ഇന്ന് ഒരുങ്ങി വന്ന് സംബന്ധിച്ച എൻ്റെ പ്രിയപ്പെട്ടവരും നിനക്ക് വിലപ്പെട്ടവരുമായ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആ